إن الحمد لله حمدا طيبا مباركا فيه على كل حال نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بنفسي بتقوى الله وقد قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله أيضا بسم الله الرحمن الرحيم للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതം എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിക്കുകയും യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടുവാൻ എല്ലായ്പ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നവരായിരിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും വളരെ പാഠം പിൽക്കാലത്ത് വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി തെര്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്, അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവേശോജ്ജലമായ, ഒപ്പം അവനവന്റെ ആത്മതലങ്ങളെ പരിശോധനാ വിധേയമാക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു ചരിത്രമാണ് ഹിജ്റയ്ക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഹിജ്റയുടെ ചരിത്രം നമ്മൾ സവിസ്തരം പ്രതിപാദിക്കുകയാണെങ്കിൽ
ഖുതുബകൾ തന്നെ നടത്തുവാൻ മാത്രം വിശാലമാണ് ആ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് വന്നിട്ടുള്ള ചരിത്രം. മുസ്ലിം ലോകത്തെ രണ്ടായി പകുത്ത, രണ്ട് ഭാഗങ്ങളായി, പാർട്ടികളായി തിരിച്ച മഹിതമായ ഒരു ചരിത്രത്തെയാണ് ഹിജ്റ നമ്മെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമികമായ ഒരു കലണ്ടർ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ച സ്വഹാബാക്കളെ മുൻനിർത്തിക്കൊണ്ട് അമീറുൽ മുഅ്മിനീൻ നിർവഹിക്കുമ്പോൾ പ്രവാചക ജന്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുപ്രധാനമായ ആനക്കലഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അതോടൊപ്പം ഹിജ്റയെ കുറിച്ചുള്ള പ്രതിപാദ്യവും വന്നപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഏകോപിച്ച രൂപത്തിൽ പറഞ്ഞത് ഹിജ്റയാണ് ഒരു വർഷത്തെ കലണ്ടർ രൂപപ്പെടുത്തുവാൻ ഏറ്റവും പര്യാപ്തമായത് എന്ന് പറയുകയും അങ്ങനെ ഹിജ്രി കലണ്ടർ രൂപപ്പെട്ടു വരികയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഹിജ്റ ആവേശമാണ്, ഉജ്ജ്വലമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഓരോ വിശ്വാസിനികൾക്കും ഏറെ അവനവന്റെ വിശ്വാസ തലങ്ങളെ വെച്ചുകൊണ്ട്, ആദർശ തലങ്ങളെ വെച്ചുകൊണ്ട്, അനുഷ്ഠാനങ്ങളെ വെച്ചുകൊണ്ട്, മൊത്തമായി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാമിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളും നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട ഒരുപാട് ഉത്തരങ്ങളുടെയും ചരിത്രമാണ് ഹിജ്റ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. വെറുതെയല്ല അള്ളാഹ് പറഞ്ഞത് വല്ലദീന, തീർച്ചയായും വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വല്ലദീന തബഊഹും ബിഇഹ്സാൻ. 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനമാണത്. മുൻകഴിഞ്ഞു വന്ന മുഹാജിറുകളും അൻസ്വാറുകളും അവര് ഒരുപാട് മുൻകടന്നവർ തന്നെയാണ്. ഐഹികമായ ലോകത്തും പാരത്രികമായ ലോകത്തും. ഐഹിക ലോകത്ത് അങ്ങനെ പാപ്പരായവർ, ഐഹിക ലോകത്ത് അങ്ങനെ ആരാലും ആട്ടി ഓടിക്കപ്പെടുന്നവർ, ഐഹികമായ ലോകത്ത് ആരുടെയെങ്കിലും ഒക്കെ ഉമ്മറപ്പടികളിൽ ഓബീസിയായി നിൽക്കേണ്ടവർ അല്ല, അല്ല, ഒരിക്കലുമല്ല. വസ്സാബിഖൂൻ, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ജനസമൂഹങ്ങൾക്കും, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തത്വ സംഹിതകൾക്കും മുകളിൽ, ഗ്രീക്ക് ഫിലോസഫി എന്ന് പറയുന്ന അതുവരെയുള്ള എല്ലാവിധ തത്വ സംഹിതകൾക്കും മുകളിൽ മുൻകടക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വർഗമായിരുന്നു മുഹാജിറുകൾ. വൽ അൻസ്വാർ, അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച അൻസ്വാരികൾ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ആ ഇഹ്സാനുകളിൽ പിൻപറ്റിക്കൊണ്ട് ലോകാവസാനം വരെ വരുന്ന വിശ്വാസികളും അങ്ങനെ മുൻകടക്കേണ്ടവരാണ്. ആരുടെയെങ്കിലും ഔദാര്യത്തിനു വേണ്ടി കാത്തു നിൽക്കേണ്ടവരല്ല, ആരെങ്കിലും പതിച്ചു നൽകുന്നതിനു വേണ്ടി ഓച്ചാനിച്ചു നിൽക്കേണ്ടവരുമല്ല. മറിച്ച് ഭൗതികമായ ജീവിതത്തിന്റെ എല്ലാ കണ്ണുകളും അവരിലേക്ക് നോക്കുമാറ് ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടവും അമവിയ കാലഘട്ടവും അബ്ബാസിയ കാലഘട്ടവും ഒക്കെ ഇസ്ലാമിക ലോകത്ത് നിന്ന് വരുന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ കാതോർത്തിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ബാക്കി പത്രവും ബാക്കി ചിത്രവുമാണ് മുഹാജിറുകളും അൻസ്വാറുകളുമാകുന്ന ഈ മഹിതരായ രണ്ടു കൂട്ടർ എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്.
പക്ഷേ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നത് ഖേദകരമാണ്. ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നത് ഖുർആൻ പറഞ്ഞ ഇഹ്സാനിൽ പിൻപറ്റുവാൻ അവർ സന്നദ്ധമാകാതെ പോകുന്നത് കൊണ്ട് സംഭവിച്ചു പോകുന്ന താഴേക്കിടയിലേക്കുള്ള പതിതാവസ്ഥയിലേക്കുള്ള പരിതാപകരമായ അവസ്ഥകളിലേക്കുള്ള അങ്ങനെ അറിയപ്പെടുന്ന കാറ്റഗറികളിലേക്ക് വേണ്ടി വേർതിരിച്ചു വെക്കുന്നിടത്തേക്കുള്ള ഒരു സമുദായമായി ഞാനും നിങ്ങളും മാറി എന്നത് ഖുർആനോടെ പറഞ്ഞ വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന് പറഞ്ഞത് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ്. ഇഹ്സാൻ എന്ന വാക്കിന് വളരെ കൃത്യമായ നിർവചനം മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക തിരുമേനിയുടെ സന്നിധിയിലേക്ക് വരിക, സ്വഹാബാക്കൾ ഇരിക്കുന്ന ആ സന്നിധിയിൽ പ്രവാചകന്റെ തുടയോട് തുട ചേർത്ത് മുട്ടോട് മുട്ട് ചേർത്ത് ചോദിക്കുന്ന ചോദ്യത്തിൽ മൻ ഇഹ്സാൻ എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് പ്രവാചകരെ ഇഹ്സാൻ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഇഹ്സാൻ ഉണ്ട്. മുസ്ലിം ഉമ്മത്തിന് കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കാത്ത അത്രയും ഉയരത്തിൽ നിൽക്കുന്ന, അത്രയും അന്യമായി പോയ ഒരു ഇഹ്സാനിനെ അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുക. ഖുർആൻ ആ പദത്തെയാണ് മുഹാജിറുകളോടും അൻസാറുകളോടും ചേർത്ത് പറഞ്ഞത്. അതാണ് ഞാനും നിങ്ങളും വായിച്ചെടുക്കേണ്ട ഹിജറയുടെ ചരിത്രം. ആരായിരുന്നു മുഹാജിറുകളെന്ന്, ആരായിരുന്നു അൻസ്വാറുകളെന്ന്, ആരാണ് അവരെ പിന്തുടർന്നുകൊണ്ട് വരേണ്ടവരെന്ന് ഖുർആൻ അടിവരയിട്ടെടുത്ത് പറഞ്ഞ ഒരു ഇഹ്സാനുണ്ട്. ഞാനും നിങ്ങൾ വിചാരിക്കുന്ന ഒരു നന്മയല്ല. എന്റെയും നിങ്ങളുടെയും എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും അധികാരത്തിന്റെ, ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ, താൽക്കാലികമായ നേട്ടങ്ങളുടെ, ഭൗതികമായ വിഭവങ്ങളുടെ, ഞാൻ ഈ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ പല ഉലമാക്കളിലേക്കും പല ഉമറാക്കളിലേക്കും പല സംഘടനയുടെ സാരഥികളിലേക്കും പല രാഷ്ട്രീയപരമായ ന്യൂനപക്ഷങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർക്കുമൊക്കെ യോജിക്കുന്നതാണ്. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നമ്മളുടെ ഇഹ്സാൻ, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി, നമ്മൾ ചെയ്യുന്ന ഇബാദാത്തുകൾ, നമ്മൾ ചെയ്യുന്ന നന്മകൾ എന്ന് പറയുന്നതിന്റെ ഇഹ്സാനിന്റെ തലം അതെന്റെ അധികാരത്തിന്റെ വിഷയമാണ്. അത് എന്റെ പ്രസിഡന്റ്ഷിപ്പിന്റെ പ്രശ്നമാണ്. അത് എന്റെ സെക്രട്ടറിയിലേക്കുള്ള അടുത്ത കാൽവെപ്പിന് അനിവാര്യമാണ്. അല്ലെ, ഇങ്ങനെയാണ് നമ്മുടെ ഇഹ്സാൻ. നമ്മളിൽ പലരുടെയും ഇഹ്സാൻ അവിടെ അവസാനിക്കുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, അൻത അബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എന്താണ് ഇഹ്സാൻ എന്ന് പ്രവാചകൻ പറയാ? നിന്റെ നാഥന് വേണ്ടി നീ സമർപ്പിക്കുന്ന ഇബാദത്താണത്. ആ ഇബാദത്തിനൊരു അടയാളമില്ല. ലെറ്റർ പേഡ് ഉപയോഗിച്ചിട്ട് കത്തെഴുതുകയാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു. എന്താണ് ഞങ്ങളുടെ വിശ്വാസം? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ചോദിച്ച ഒരു ചോദ്യമാണ് സൂറത്ത് സുമറിൽ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ലാഹുവിന്റെ ഒരു അടിയാന് അല്ല പോലെ. എന്തുത്തരം പറയും? ലാ എന്ന് പറയുമോ നഅം എന്ന് പറയുമോ? അറബിയിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ ഒരു അടിയാന് അല്ല പോലെ, അല്ല മതിയായവനല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒന്നുകിൽ പോരാ, പോരാ എന്ന് പറയണം, അല്ലെങ്കിൽ മതി എന്ന് പറയണം. എന്തുത്തരം പറയും? അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, തഅബ്ദുല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ജീവിതം മുഴുവൻ ഇബാദത്താക്കാൻ വേണ്ടി ജീവിതത്തിന്റെ എല്ലാ ഒരു ജീവിത പദ്ധതിയാകുന്നു ഇസ്ലാം എന്ന് പറയുന്നവരും, അടിസ്ഥാനപരമായ ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ട തൗഹീദിന്റെ വാഹകരായി നടക്കുന്നവരും, ഇതൊക്കെ പുതിയതാണ്, ഞങ്ങളാണ് ഏറ്റവും പാരമ്പര്യത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവരും, ഇവർക്കെല്ലാവർക്കും ഒരു ഇഹ്സാൻ ഉണ്ട്. ആ ഇഹ്സാനിൽ അള്ളയില്ല. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്.
ഞാൻ ആരെ കുറ്റപ്പെടുത്തില്ല. അല്ലില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ആരാധിക്കണം. നിന്റെ 2 കണ്ണുകൾ കൊണ്ട് നിന്റെ നാഥനെ, ഒരു വിഗ്രഹാരാധനയുടെ മതമല്ല ഇസ്ലാം, നമുക്കറിയാം. വിഗ്രഹത്തിന് പകരമായിട്ട് ഏതെങ്കിലും മക്ബറകളെ കെട്ടിപ്പൊന്തി ഉണ്ടാക്കുന്നതുമല്ല ഇസ്ലാം, അതുമല്ല ഇസ്ലാം. മറിച്ച് നമ്മുടെ കണ്ണുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്തതും നമ്മളെ എപ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഒരു നാഥനിൽ, ഒരു സൃഷ്ടാവിൽ, ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ നമ്മുടെ കൽബകത്തേക്ക് ബാക്കിയുള്ള എല്ലാറ്റിനെയും പാടെ തുടച്ച് ലാ ഇലാഹ എന്ന് പറയുന്ന തുടച്ചു വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇറക്കി വെക്കുന്ന ആ നാഥനെ കുറിച്ചുള്ളതായിട്ട് കാണുന്നത് പോലെ നിനക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഫഇന്നഹു യറാക്ക്, അവനെപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നീ ചെയ്യുന്നതാണ് നന്മ. അതാണ് ഇഹ്സാൻ. ഖുർആൻ പറഞ്ഞു വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഈ നന്മ ചെയ്യുന്ന ഒരു കൊച്ചു വിഭാഗം ഉണ്ടോ? ഈ നന്മ ചെയ്യാൻ തയ്യാറുള്ള ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന് ഖുർആൻ പറഞ്ഞ ആ മുഹാജിറുകളെയും അൻസാറുകളെയും താവഴിയിലേക്ക് ചേരാൻ ഞാനിതാ സന്നദ്ധമാണ്. എനിക്ക് സ്ഥാനങ്ങൾ വേണ്ട, എനിക്ക് മാനങ്ങൾ വേണ്ട, എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് ഭൗതികം വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട എന്ന് പറയാൻ കഴിയണം. ഇനി മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൊച്ചു വചനമുണ്ട്. ഹിജറ അവസാനിച്ചിട്ടില്ല കേട്ടോ, ഹിജറ അവസാനിച്ചിട്ടില്ല. ഇനി ഹിജറ അവസാനിക്കാത്തത് കൊണ്ട് ആരെങ്കിലും യമനിലേക്കും പോകേണ്ടതില്ല. അവിടക്കൊക്കെ മടങ്ങും എന്ന് പറഞ്ഞ് ഇനി ഇവിടെയൊന്നും ജീവിക്കാൻ പറ്റൂല, ഇസ്ലാമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല, ഇവിടെയൊക്കെ ജീവിച്ചാൽ നമ്മൾ പോകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും ഇനി എവിടേക്കെങ്കിലും പോകാൻ പോണ്ട. പിന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ഹിജറയുണ്ട്, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ആരാണ് മുഹാജിർ? ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു മഹിതമായ മഹത്തായ ഒരു കർമ്മമാണ് ഹിജറ. ആ കർമ്മം എന്താണ്? അള്ളാഹു നിനക്ക് ഹറാമാക്കിയതിനെ നീ ഉപേക്ഷിക്കലാണ്. അള്ളാഹു നിനക്ക് ഹറാമാക്കിയതിനെ, വിരോധിച്ചതിനെ, നിരോധിച്ചതിനെ നീ ഉപേക്ഷിക്കലാണ്. വെറുതെ നമ്മളൊന്നിങ്ങനെ ആലോചിച്ച് നോക്കുക, എല്ലാ ഹറാമിൻ്റെതും നമ്മളിങ്ങനെ നാൾക്ക് നാളിങ്ങനെ ഉണ്ടാക്കുകയാണ് അല്ലെ, മരിച്ചു കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആരെങ്കിലും ഒന്ന് മരിച്ചു കിട്ടാൻ കാത്തിരിക്കാണ് പച്ച പട്ട് വിരിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ഹറാമായാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് സുഖമാകാം. എന്തോരം ഇസ്ലാമികമായ വിരോധത്തിൽപ്പെട്ടതായാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഐഹികമായ ലോകത്തിന്റെ തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി ദീനിനെ വിറ്റുകൊണ്ട് നമ്മൾ ഹിജറ പറഞ്ഞിട്ട് കാര്യമുണ്ട് പ്രിയപ്പെട്ടവര്? അല്ലെ, അതല്ലേ നടക്കുന്ന ഹിജറ. നമ്മള് ഓരോ ഹിജറ വർഷവും ഹിജറയുടെ അനുസ്മരണം നടക്കുന്നു പള്ളികളിൽ. മുഹാജിറുകളെയും അൻസ്വാറുകളെയും ത്യാഗങ്ങൾ പറയുന്നു മിമ്പറുകളിൽ. ഹിജറ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ അതിമഹിതമായ ഒരു വലിയ സന്ദേശത്തെ പ്രതിനിധാനം ചെയ്തതുകൊണ്ട് അത് ഹിജറയുടെ കലണ്ടറായി രൂപപ്പെട്ടതിന്റെ പ്രാധാന്യം പറയുന്നു. പക്ഷെ എനിക്കെന്ത് അർഹതയുള്ളത് പറയാൻ? നമുക്കെന്ത് അർഹതയുള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു ഹിജറ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഈ പറയുന്ന പണ്ഡിതന്മാരുടെ ജീവിതത്തിലില്ലെങ്കിൽ, കാശിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ വിറ്റ് ഈ ദുനിയാവിന്റെ ഹറാമുകളെ സമ്പാദിക്കാൻ വേണ്ടി പോകുന്നവൻ ഹിജറ പറയല്ലേ? നിനക്ക് ചെയ്യാനുള്ള ഹിജറ അതാണ്, നമുക്ക് നിർവഹിക്കാനുള്ള ഹിജറ അതാണ്. അതുകൊണ്ട് ഹിജറ ഹറാമുകളോട് സലാം പറയുന്നിടത്താണ് ഇനി എനിക്കും നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് എന്ന് മഹാനായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നന്നായി നമ്മൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്ർ ഞാൻ ഓതി വെച്ച ആയതാണ്. 59-ാമത്തെ അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ. അതിന്റെ 8-ാമത്തെ വചനത്തില് മുഹാജിറുകളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? ഫുഖറാഇൽ മുഹാജിരീൻ, പാവങ്ങളായിരുന്നു.
ഭൗതികമായി പറയുകയാണെങ്കിൽ അവർ പാവങ്ങളായിരുന്നില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പാവമായിരുന്ന? അല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പാവമായിരുന്ന? അല്ല. അല്ലെ, അതീവ സമ്പന്നന്മാരായിരുന്നു. അങ്ങനെ പലരും, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പോലെയുള്ള പലരും. പക്ഷെ ഖുർആൻ ഉപയോഗിച്ച പദം ഫുഖറാ, അവർ പാവങ്ങളായിരുന്നു, സാധുക്കളായിരുന്നു, ഫക്കീറന്മാരായിരുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയി തീർന്നത്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം, അവരുടെ ഭവനങ്ങളിൽ നിന്നും അവരുടെ സമ്പത്തുക്കളിൽ നിന്നും അവര് പുറത്താക്കപ്പെട്ടു. തീർച്ചയായും അവര് കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് പാവങ്ങളായത്. പക്ഷെ പാവങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ അരികിൽ അവർ മഹത്തരക്കാരാണ്. കാരണം എന്താ? യബ്തഊന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അങ്ങനെ ഭൗതികമായ ജീവിതത്തിന്റെ എല്ലാം അവർക്ക് കൈയൊഴിക്കേണ്ടി വന്നെങ്കിലും അള്ളാന്റെ തൃപ്തി ഞങ്ങൾക്കുണ്ടല്ലോ, അള്ളാന്റെ ഔദാര്യ അനുഗ്രഹം ഞങ്ങളിലേക്ക് വർഷിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ, അത് കാംക്ഷിച്ചുകൊണ്ട്, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അവരുടെ ഐഹികമായ ലോകത്തെ മുഴുവൻ സമർപ്പിക്കാൻ സന്നദ്ധരായവരാണ്. എന്റെ കയ്യിലുള്ളതൊന്നും പോകരുത്. സാധാരണഗതിയിൽ പറയാറുണ്ട്, കക്ഷത്തുള്ളത് പോകെ ചെയ്യരുത്, മേലുള്ളത് എടുക്കാൻ വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെ പണ്ഡിതന്മാര്. അല്ലെ, അത് ഓരോ മഹലിന്റെയും, നിങ്ങൾക്കറിയാലോ, ഓരോ മഹലിന്റെയും ചിത്രങ്ങള്. ഒന്നും എനിക്ക് നഷ്ടപ്പെടരുത്, എന്നാൽ എന്നിലേക്കെല്ലാം വരണം. അവരല്ല മുഹാജിറുകള്. എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് കൊടുക്കേണ്ടി വന്ന്. ഒന്ന് രണ്ട് നമ്മൾ സഹാബാക്കളെ പഠിക്കണമെങ്കിൽ ചിലപ്പോൾ ഹിജറ വായിക്കേണ്ടി വരും. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഹിജറ പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി അദ്ദേഹത്തിന് കൂട്ടാക്കി കൊടുത്തത് ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ, രാത്രിയുടെ അന്തിയാമത്തിൽ ആരും കാണാതെ. അല്ലെ, അങ്ങനെയാണ് ഹിജറ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ എന്ന് പറഞ്ഞു. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനെയാണ് കൂട്ടുകിട്ടിയത്. ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലൊന്നുമില്ല, ഫഖീറാണ്. പക്ഷെ സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിൽ വന്നിട്ട്, റോമക്കാരനാണ്, അതാണ് റൂമി, റോമക്കാരനാണ്. റോമയിൽ നിന്ന് മക്കയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് അദ്ദേഹം ഒരു പാണ്ടക്കെട്ടിലാക്കിയിട്ട് അതും കൊണ്ടാണ് ഹിജറ പോണത്. ശത്രുക്കൾ വിവരറിഞ്ഞു, പിന്നാലെ പിന്തുടർന്നു. ആദ്യ സുഹൈബിനെ കൊന്നാൽ സുഹൈബിന്റെ പാണ്ടക്കെട്ടിലുള്ളത് മുഴുവൻ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പുറകെ കൂടി. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ അമ്പെയ്ത്തിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളിൽ പലരും മരണപ്പെട്ടിട്ടല്ലാതെ കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവര് പിന്തിരിയാൻ തയ്യാറായില്ല. അവസാനം സുഹൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ പാണ്ഡത്തിലുള്ള എന്റെ സമ്പാദ്യമല്ലേ, ഇതാ ഞാനിവിടെ വെച്ചേക്കാം. ഖുർആൻ ആയത്തിറങ്ങിന 7 ആകാശത്തിന്റെ മുകളിൽ നിന്ന് അല്ലാഹു പറയുന്നു, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ബിത്തിആ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായത്തിൽ 207-ാമത്തെ ആയത്ത് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയതാണ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാന്റെ മറുലാത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, അവന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങളുടെ കൈകളിലുള്ളതെല്ലാം ഒഴിവാക്കുന്നവരാണവർ. ദീനും ദുനിയാവും കൂടി ഒപ്പം വാരിപ്പിടിക്കാന്ന് വിചാരിക്കല്ലേ. ദീന് നമുക്ക് മുറുകെ പിടിക്കണോ, ദുനിയാവിന്റെ പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും, ദുനിയാവിന്റെ പലതും നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മുഴുവൻ അദ്ദേഹം അവിടെ ശത്രുക്കളായ ആളുകൾക്ക് വേണ്ടി വിട്ടേച്ചുകൊണ്ടാണ് അദ്ദേഹം ഹിജറ പോകുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഖുർആൻ പറയുന്നത് ഫുഖറാഇ, സാധുക്കളായിരുന്നു, പാവങ്ങളായിരുന്നു. എന്തെങ്കിലും കയ്യിലുള്ളവരോ അവരിൽ നിന്ന് അത് വാങ്ങി വെച്ചിട്ടാണ് അവരെ അങ്ങോട്ട് വിട്ടത്. പക്ഷേ അവരെന്താഗ്രഹിച്ചിരുന്നു? ഞങ്ങളുടെ ഈ ദുനിയാവിന്റെ എന്തും ഞങ്ങൾ കൊടുക്കാം, അല്ലാഹുവേ നിന്റെ ഔദാര്യ അനുഗ്രഹവും വലിയ നിന്റെ സംതൃപ്തിയും ഞങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നു, ഞങ്ങൾ തേടുന്നു. ഇങ്ങനെ ഖുർആൻ 2 വാക്ക് കൂടി പറഞ്ഞു, വയൻസുറൂനല്ലാഹ വറസൂലഹു. ഈ പാവങ്ങളായ മുഹാജിറുകളാണ് അല്ലാഹനെ സഹായിച്ചത്. അല്ലാഹ് സഹായിച്ചെന്നല്ലട്ടാ, അല്ലാഹ് സഹായിച്ചെന്നല്ല, വയൻസുറൂനല്ലാഹ, ഈ പാവങ്ങളായ മുഹാജിറുകളാണ് അല്ലാഹനെ സഹായിച്ചത്. എന്ത് സഹായം കൊടുത്തു അല്ലാഹ്?
അള്ള കൊടുത്ത ദീനിനെ ആ അതേപടി അങ്ങനെ തന്നെ ഒന്നും ചോർന്നു പോകാതെ നമ്മളുടെ ദീൻ പകുതി ചോരും, നമ്മളുടെ ദീൻ പകുതി മേഖലയിൽ ഉണ്ടാവൂല അല്ലെ. പള്ളിക്കലുള്ള ദീൻ കല്യാണപ്പന്തലിൽ ഉണ്ടാവൂല, റമദാൻ മാസത്തിനുള്ള ദീൻ ശവ്വാലിൽ ഉണ്ടാവൂല, പകുതി ചോരും. അതാ നമ്മളുടെ ദീൻ. പക്ഷെ അള്ള പറയുന്നത് എന്നെ സഹായിച്ചോന്, ഞാൻ അവർക്ക് എന്താണോ കൊടുത്തത്, ഞാൻ അവർക്ക് ഏതൊരു ദീനാണോ കൊടുത്തത്, എന്തൊന്നാണോ അവർക്ക് നൽകിയത്, അതിനു വേണ്ടി അവർ അവരുടെ ഭൗതികമായ ജീവിതത്തെ മുഴുവൻ ത്യജിച്ചു. അതാണ് ത്യാഗം. ആ ത്യാഗോജ്ജലമായ ചരിത്രമാണ് ഹിജറ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നും ത്യജിക്കാൻ തയ്യാറില്ല എന്ന് ഞാനും നിങ്ങളും പറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി വരികയാണ്. നിങ്ങൾ മുഹാജിറുകളെയും അൻസ്വാറുകളെയും കൂടെ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്? സ്വർഗം അല്ലെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതല്ലേ. എന്നാൽ അവരെ പഠിച്ചോ, അള്ളാഹെ സഹായിച്ചവരാണവർ, അള്ളാഹുവിന്റെ ദൂതനെയും സഹായിച്ചവരാണവർ. സത്യസന്ധന്മാരായിരുന്നു ആ കൂട്ടർ. അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, സത്യസന്ധന്മാരായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഇന്ന് ഭൗതിക ജീവിതത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നമ്മൾ ചർമ്മി തയ്യാറോണം ചെയ്താലുണ്ടല്ലോ നാണം കെടും. ഞാൻ വെറുതെ പറയില്ല. 5 നേരം നമസ്കരിക്കുന്ന ഒരാളെ പോലും ഒരു കടയിൽ ഇരുത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് അടിച്ചു പറ്റില്ലേ? ഒരു ക്യാഷ് ചോദ്യങ്ങള്. വലിയ പ്രസ്ഥാനങ്ങൾ പറയുന്ന ആളുകളെ മാസം എണ്ണി വാങ്ങുന്ന ശമ്പളത്തിനോട് ഒരു കൂറുമില്ലാതെ വർക്ക് ചെയ്തിട്ട് പോകുന്ന എത്രയോ പ്രസ്ഥാനക്കാരുണ്ട്. അവനവന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട്, കുട്ടികളോട് ഒരു പ്രതിബദ്ധതയുമില്ലാതെ മാസം പലിശയേക്കാൾ മോശമായിട്ട് ശമ്പളം വാങ്ങി പോകുന്ന എത്ര ജോലിക്കാരുണ്ട്. അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, സത്യസന്ധന്മാരാണ് അവര്. ആ മുഹാജിറുകളെയാണ് ഞാൻ നിങ്ങൾ പഠിക്കേണ്ടത്. ആ മുഹാജിറുകളെയാണ് ഞാൻ നിങ്ങളും നെഞ്ചിലേറ്റേണ്ടത്. ആ മുഹാജിറുകളോടൊപ്പമാണ് എനിക്കും നിങ്ങൾക്കും നമ്മൾ സ്വപ്നം കാണുന്ന സ്വർഗം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക്, നരകം എന്ന് പറയുന്ന കത്തിയാളുന്ന യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് പോകാതിരിക്കാൻ, സ്വർഗം എന്ന് പറയുന്ന അനുഭൂതികളുടെ ലോകത്തേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ് എന്ന് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞുതരാം. കാര്യങ്ങളെ ശരിയാവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഇരു കൂട്ടർക്കും യഥാവിധി പ്രദാനം ചെയ്യുകയും അതനുസൃതമായി അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമർപ്പിതമായ കഴിവിൽ പരമാവധി അവനെ കുറിച്ചുള്ള തഖ്വാ ബോധത്തോടു കൂടി അവന് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി ജീവിച്ച് മരണപ്പെടുവാനുള്ള മഹാസൗഭാഗ്യം അവന്റെ കാരുണ്യത്താൽ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبيك محمد وعلى آله وصحبه وسلم وسلام على المرسلين والحمد لله رب العالمين. اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുകയും ജീവിതാവസാനമാകുന്ന മരണം നമ്മളോടൊപ്പമുണ്ട് എന്ന കൃത്യമായ ഓർമ്മയോടുകൂടി ആ മരണം ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നാദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഓതിവെച്ച ആയത്തിന്റെ 2ാമത്തെ ഭാഗം അവിടെ നിൽക്കുകയാണ്. അത് അൻസ്വാറുകളെ കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ എടുത്തു വെച്ച് വായിക്കുക. വിശുദ്ധ ഖുർആനിലെ 59-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനമാണ്. അവർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഖുർആൻ പറഞ്ഞത് ലാ യജിദൂന വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ്ജ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വസ. നമ്മളെന്നും പറയാറുണ്ട്, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അഭയാർത്ഥികളെ സ്വീകരിച്ച ഒരു ചരിത്രം അതിനു മുമ്പോ അതിനു ശേഷമോ ഉണ്ടായിട്ടില്ല. അത് 100% ശരിയാണ്. ആർക്കും പഠിക്കാം. എത്ര ഇസ്ലാമിന്റെ വിമർശകർക്കും ഓറിയന്റലിസ്റ്റുകൾക്കും നിരീശ്വരവാദികൾക്കും ആർക്കും പഠിക്കാം.
ആ അൻസ്വാറുകൾ മുഹാജിറുകളെ സ്വീകരിച്ചതുപോലെ ഇന്ന് വരെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പലായന യാത്ര, ഒരു അഭയാർത്ഥി സ്വീകരണം നടന്നിട്ടില്ല. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു? ഖുർആൻ പറയണേ അത് എന്തുകൊണ്ട് സാധിച്ചു എന്നതിന് ഖുർആൻ കാരണം പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം എന്നല്ല പറയുന്നത്, അല്ലെ? അവർക്കുണ്ടായിരുന്നു എന്ന് എന്റെ ഉപ്പാപ്പ താനുണ്ടായിരുന്നു എന്ന് പറയാനല്ല. എന്തുകൊണ്ട് അൻസാറുകൾക്ക് അത് സാധിച്ചു? ആ സാധിച്ച ക്വാളിറ്റി അൻസ്വാറുകളുടെ പിൻതലമുറയാകുന്ന വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകണം. അതിനാണ് പറയുന്നത്. എന്താണ് ഖുർആൻ പറഞ്ഞത്? അതിന്റെ ആരംഭ ഭാഗത്ത് നിങ്ങൾ വായിക്കാം. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ്ജ മിമ്മാ ഊതു. അല്ലാഹു അവർക്ക് നൽകിയ വിഭവങ്ങളിൽ ഒന്നിലും അവരുടെ ഹൃദയത്തിൽ അവരുടെ ആവശ്യവും കണ്ടില്ല. അല്ലാഹു അവർക്ക് നൽകിയ വീട്, അല്ലാഹു അവർക്ക് നൽകിയ ബിസിനസ്, അല്ലാഹു അവർക്ക് നൽകിയ മദീനത്തെ അങ്ങാടി, അങ്ങനെ 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 പറഞ്ഞു. അതിലൊന്നും അവരൊരു ആവശ്യവും കണ്ടില്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഞങ്ങളെക്കാൾ ആവശ്യം ഇപ്പോൾ വന്ന ഇവർക്കാണ് എന്നാണ് അവർ കണ്ടത്. എങ്ങനെ? ഞങ്ങളെക്കാൾ ആവശ്യം ഇപ്പൊ മക്കയിൽ നിന്ന് വന്ന ഞങ്ങളുടെ സഹോദരന്മാരാകുന്ന മുഹാജിറുകൾക്കാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അവർ കണ്ടത്, അങ്ങനെയാണ് അവർ വിലയിരുത്തിയത്. അങ്ങനെ വിലയിരുത്തിയിട്ടാണ് അവര് മുഹാജിറുകളെ സ്വീകരിച്ചത്. നമ്മളോ 10 ബൈത്തുൽ മാൽ ഉണ്ടെങ്കിൽ 10ന് നമ്മൾ അപേക്ഷയായിട്ട് ഓടും, അല്ലേ? 10 ബൈത്തുൽ മാൽ നമ്മളെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ 10 ഇടത്ത് നമ്മൾ എന്ത് ചെയ്യും? അപേക്ഷയായിട്ട് ആ ഏറ്റവും വലിയ ആവശ്യക്കാരൻ ഞാനാണ്. ഇങ്ങനെയല്ലേ നമ്മുടെ സ്വഭാവം? ഖുർആൻ നേരെ കൃത്യമായി പറഞ്ഞു തരണം ആരാണ് അൻസാറുകളെ, അവർക്ക് എന്തുകൊണ്ട് സാധിച്ചു. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാറ്റം വിരലായിട്ട് സാധിച്ചതല്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന മുതലാളിമാരായതുകൊണ്ടും അമ്മാതിരി ഇങ്ങനെ പൂട്ടിയിട്ട് കിടക്കുന്ന കുറെ വീടുകളിലെ റൂം ഉണ്ടായതുകൊണ്ട് അവർക്ക് സ്വീകരിക്കാൻ പറ്റിയതല്ല, അല്ലല്ലോ. നമുക്കറിയാം ചരിത്രം. ഉള്ളത് അങ്ങനെ തന്നെ അവർ കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ. അല്ല, ഷെയറും ചെയ്യണ്ട, വേണമെങ്കിൽ മുഴുവൻ നീ എടുത്തോ. ഞാൻ നാളെ മുതൽ മദീനത്തെ അങ്ങാടിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞാൻ എന്ന് പറയാവുന്നിടത്തേക്ക് അവരുടെ സ്വന്തം പേഴ്സണലായിട്ടുള്ള ഒരാവശ്യവും തന്റെ സഹോദരന്റെ ആവശ്യത്തെക്കാൾ മുൻഗണനയുള്ളതായിട്ട് അവർ കണ്ടില്ല. ഇത് വിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയാണ്. നന്നായിട്ട് നമ്മൾ ഓർത്തു വെച്ചോ. വിശ്വാസികൾക്ക് ഇല്ലാതെ പോകുന്ന, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ഗുണങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു മേഖലയാണ്. ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ദുനിയാവിലും ആഖിറത്തിലും മുൻകടന്നവരായിരുന്നു മുഹാജിറുകളും അൻസ്വാറുകളുമാകുന്ന ഇക്കൂട്ടര്. ആ ക്വാളിറ്റി നിങ്ങൾക്കുണ്ടോ? അതിനെ പിൻപറ്റുന്നവരായി നിങ്ങളും വരുമോ? നിങ്ങൾക്കും മുന്നേറാൻ കഴിയും. നിങ്ങൾക്കും ഓടി 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 വിജയിക്കാൻ സാധിക്കും എന്ന ആ മന്ത്ര രഹസ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ജുമഅ കഴിഞ്ഞ് നമ്മൾ പോകാം. ഓരോരുത്തരും അതിന് സന്നദ്ധമാവുക, ഓരോരുത്തരും അതിന് തയ്യാറാവുക. ഓരോ രംഗത്ത് നിൽക്കുന്നവരും അവരവരുടേതായ രംഗത്ത്, പണ്ഡിതന്മാരുടെ രംഗത്ത്, ഉമറാക്കളുടെ രംഗത്ത്, സാധാരണക്കാരുടെ രംഗത്ത്, അങ്ങനെ നമ്മളെല്ലാവരും ഈ ഒരു നിയ്യത്തോടു കൂടി അള്ളാഹുവിനെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടാ കാണുന്നത് പോലെ എപ്പോഴും അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മനോവികാരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ നിയ്യത്തുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ ഹദീസായി രേഖപ്പെടുത്തുമ്പോൾ ഉദാഹരണം പറഞ്ഞത് ഹിജറയാണ്, അല്ലെ? ഉദാഹരണം പറഞ്ഞത് ഹിജറയാണ്. ഫമൻ കാനത്ത് ഹിജറത്തുഹു ആണ് അതിന് ഉദാഹരണം പറഞ്ഞത്. ആ നിയ്യത്ത് വളരെ സുപ്രധാനമാണ്. അല്ലാഹു തആല നമ്മളതൊക്കെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിഷ്കളങ്കമായ നിയ്യത്തോടു കൂടി അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുക, അവന്റെ മാർഗത്തിലുള്ള ബാധ്യതകൾ നിർവഹിക്കുക, ദൗത്യങ്ങൾ പൂർത്തീകരിക്കുക, വളരെ നന്നായി നന്മകളുമായി മുന്നേറുക. അല്ലാഹു തആല നമ്മളെയും ഒരുപാട് മുന്നിലേക്ക് പോകാൻ സഹായിക്കും. അള്ളാഹു അങ്ങനെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഉമ്മത്തിന് ലോകാടിസ്ഥാനത്തിൽ അല്ലാഹു തആല എല്ലാവിധ സംരക്ഷണവും, എല്ലാവിധ അനുഗ്രഹങ്ങളും, എല്ലാവിധ
സാബിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് അവന്റെ അനുഗ്രഹീതരായ അടിയാറുകളാകുന്ന അമ്പിയ മുർസലുകളുണ്ട്. അവരെ സഹായിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്ന സിദ്ദീഖുകളായ മുഹാജിറുകളും അൻസ്വാറുകളുമായിട്ടുള്ള സിദ്ദീഖീങ്ങളുണ്ട്. അവന്റെ മാർഗത്തിൽ സ്വന്തം രക്തം കൊടുത്ത് ബലിയാടായ ശുഹദാക്കളുണ്ട്. ബലിയാടാകാൻ പോലും ഷഹാദത്തിന് പോലും അവസരം കൊടുക്കാതെ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ച് അള്ളാഹുവിനെ അങ്ങേയറ്റം അള്ളാഹുവിനെ സന്തോഷിപ്പിച്ച് ഇബാദത്ത് ചെയ്ത സ്വാലിഹ്യങ്ങളുണ്ട്. അവരോടൊപ്പം നമുക്ക് എല്ലാവർക്കും ചെന്നു ചേരാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ വലുതും ചെറുതുമായ പാപങ്ങൾ അവന്റെ മഹത്തായ ഫളിലിനാൽ നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അല്ലാഹു തആല പൂർണ്ണമായും ഏറ്റെടുക്കുകയും പൂർണ്ണമായും അവരോട് മഹ്സറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല എല്ലാവിധ ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ മക്കളിലാണ്. അല്ലാഹു തആല മക്കളുടെ വിഷയത്തിൽ എപ്പോഴും കരുണ ചെയ്യുമാറാകട്ടെ. ഏറ്റവും വലിയ കാരുണ്യം അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ അല്ലാഹു തആല നമ്മുടെ സന്താന തലമുറകളോട് കരുണ ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകളും അവരുടെ പ്രവർത്തനങ്ങളും വലിയ ഒരു ആശ്വാസമായി നാളെ പാരത്രിക ലോകത്തേക്ക് അല്ലാഹു തആല കൊണ്ടെത്തിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അലൈക തവക്കൽനാ വഇലൈക നുനീബ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. اللهم جمعنا جمعا مرحوما. اللهم جمعنا جمعا مرحوما. اللهم جمعنا جمعا مرحوما. اللهم احينا بالقرآن والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب